ഹരേ കൃഷ്ണ. അധ്യാത്മരാമായണത്തിലെ കൗസല്യസ്തുതിയാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഭഗവാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയോടുകൂടിയാണ് ജനിച്ചത്. ഈ രൂപത്തെ കണ്ട് കൗസല്യാദേവി സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മ, കഴിഞ്ഞ ജന്മത്തിൽ ഏറെക്കാലം സേവിച്ചത് നിമിത്തമാണ് അമ്മയ്ക്ക് ഈ രൂപം ഞാൻ കാട്ടിത്തന്നത്. എൻ്റെ ഈ രൂപം നിത്യം ധ്യാനിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഇങ്ങനെ പറഞ്ഞ് കയ്യും കാലും കുടഞ്ഞു കരഞ്ഞു. അങ്ങനെ ഇന്ദ്രനീല നിറമുള്ള സുന്ദരനും പരമാത്മാവും ദേവന്മാർ ആരാധിക്കപ്പെടുന്നവനുമായ ഭഗവാൻ ലോകത്തിൽ അവതരിച്ചു. ഈ കഥ ചുരുക്കിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൻ്റെ പാരായണമാണ് ഞാനിവിടെ ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവാം ശംഖചക്രാബ്ജധരാം നമസ്തേ വാസുദേവാ മധുസൂദനാ ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാ ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നൈമിനാഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി ദൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥ കുലസംസാര ദുഃഖാബ്ദു നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൽപാദാംഭോജം കാൺമാനു യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യ ഉൾക്കാമ്പിൽ വസിക്കണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതം മുടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശാമോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു
പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു മടങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല, ചിന്തിച്ച വണ്ണം വരൂ. ഹരേ നാരായണ. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ.